അധികം കളിച്ചാൽ കുടഞ്ഞെറിയാൻ ഒരു മടിയും കാണിക്കില്ലെന്ന് ജപ്പാനോട് മുന്നറിയിപ്പ് നൽകുകയാണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ. അമേരിക്ക കൈവിട്ട ജപ്പാനെ ആക്രമിക്കാൻ എളുപ്പമാണെന്ന് കിമ്മിന് ഇപ്പോൾ നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ജപ്പാനെ വിറപ്പിച്ച് ഉത്തര കൊറിയ രംഗത്തെത്തുന്നത്. അമേരിക്ക ഉപേക്ഷിച്ച ജപ്പാൻ ഇന്ത്യയുടെ കാൽ പിടിച്ചിരിക്കുന്നു. എന്താണ് അവിടെ ഇനി സംഭവിക്കുന്നത്? നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. കാശ്മീർ മേഖലയിൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിനെതിരെ ഉത്തര കൊറിയൻ ജപ്പാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അത്തരം ആക്രമണശേഷി വടക്കുകിഴക്കൻ ഏഷ്യയിൽ നിരന്തരമായ പിരിമുറുക്കം വർദ്ധിപ്പിക്കുമെന്നും സംസ്ഥാന മാധ്യമമായ KCN വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിനുള്ള പ്രതിരോധ ശേഷികൾ നേടുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കാശ്മീരിൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിനെക്കുറിച്ച് ടോക്കിയോ പരിഗണിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ജപ്പാനിലെ ക്യോഡോ ന്യൂസ് ഈ മാസം റിപ്പോർട്ട് ചെയ്തത്. ജപ്പാൻ US സൈനിക സഖ്യം നിരന്തരം ശക്തിപ്പെടുത്തുക, നാറ്റോ സേനയുമായുള്ള ഒത്തുകളി തുടങ്ങിയ നീക്കങ്ങളുടെ ജപ്പാൻ കഴിഞ്ഞകാല ആക്രമണ ചരിത്രം തുടരുകയാണെന്നാണ് പോങ്യാങ്ങിന്റെ ആരോപണം. ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജപ്പാൻ സ്റ്റഡീസിന്റെ നയവിഭാഗം മേധാവിയെ ഉദ്ധരിച്ച് KCN റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. DPRKയെ നേരിട്ട് ലക്ഷ്യമിടുന്ന എല്ലാ സൈനിക മാർഗങ്ങളും വിവിധ രൂപത്തിലുള്ള നീക്കങ്ങളും തുടച്ചു നീക്കപ്പെടേണ്ടവയാണ്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് DPRK എന്നതിന്റെ ചുരുക്കെഴുത്ത് ഉപയോഗിച്ചുകൊണ്ട് KCN റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണം മേഖലയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ ആയുധമെടുക്കാൻ ഒരു മടിയുമില്ലെന്ന് കിങ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ ശക്തികളുടെ കൂടുതൽ വികസനം ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. കുറേ വർഷങ്ങളായി ജപ്പാനെ വിറപ്പിക്കാനുള്ള ഒരവസരവും വെറുതെ പാഴാക്കാൻ ഉത്തര കൊറിയ തയ്യാറായിട്ടേയില്ല. മാത്രവുമല്ല, ഏകദേശം അമേരിക്ക ജപ്പാനെ കൈവിട്ടതോടെ ജപ്പാൻ എന്ന കുഞ്ഞു രാജ്യത്തെ തള്ളി താഴെയിടാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് ഉത്തര കൊറിയയ്ക്ക് നന്നായി അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് വന്നതോടെ ജപ്പാനോടുള്ള അമേരിക്കയുടെ ബന്ധവും അനിശ്ചിതത്തിലായിട്ടുണ്ട്. ഒരിക്കൽ ട്രംപ് വരാൻ വേണ്ടി കൈയടിച്ച ജനത ഇന്ന് ശാപവാക്കുകൾ പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എന്തൊരു അവസ്ഥയാണിതെന്ന്. ഇതൊരു അവസരമായിട്ട് തന്നെയാണ് ഉത്തര കൊറിയയും അതുപോലെ തന്നെ ചൈനയും കാണുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും ഉത്തര കൊറിയയ്ക്ക് എന്താണ് ജപ്പാനോട് ഇത്ര കലിയെന്ന് നമുക്ക് തോന്നും. അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ജപ്പാന്റെ കോളനിയായിരുന്ന കൊറിയയിൽ നിന്നാണ് ആ വൈരാഗ്യം ഉടലെടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ഘടകം ജപ്പാനീസ് കൊളോണിയൽ ഭരണകാലഘട്ടമാണ്. 1910 മുതൽ 1945 വരെയുള്ള കാലയളവിൽ കൊറിയയ്ക്ക് മേൽ ആധിപത്യം പുലർത്തിയിരുന്ന രാജ്യമാണ് ജപ്പാൻ. ഇവിടെ നിന്നാണ് ഈ വൈരാഗ്യത്തിന്റെ വേരുകൾ ആരംഭിക്കുന്നത്. ഈ കാലയളവിൽ ജപ്പാൻ നിരവധി കൊറിയക്കാരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ അത് ഒരുപാട് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു അവസ്ഥയായിരുന്നു കൊറിയയ്ക്ക് ജപ്പാനിൽ നിന്ന് നേരിടേണ്ടി വന്നതും. നിരവധി മനുഷ്യരെ പകലന്തിയോളം പണിയെടുപ്പിച്ച് അവരെ കന്നുകാലികളെ നോക്കുന്നതിലും മോശമായിട്ടാണ് ജപ്പാൻ നോക്കിയത്. ജാപ്പനീസ് കൊളോണിയൽ സർക്കാർ കൊറിയൻ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. കൊറിയക്കാരെ ജാപ്പനീസ് പേരുകളും ഭാഷയും സ്വീകരിക്കാൻ നിർബന്ധിച്ചു. കംഫർട്ട് വുമൺ എന്ന പേരിൽ സ്ത്രീകളെ ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചു. ജപ്പാനോട് പോരടിക്കാനാകാത്ത കൊറിയക്കാർ ഇതെല്ലാം അനുസരിക്കേണ്ടതായി വന്നു. ഈ അടിച്ചമർത്തൽ കാലഘട്ടം ഉത്തര ദക്ഷിണ കൊറിയയിലെ മനുഷ്യരുടെ വിങ്ങുന്ന ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊറിയയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ പൂർവികന്മാരോട് ജപ്പാൻ കാണിച്ച ക്രൂരതയോട് പൊറുക്കാൻ തയ്യാറാവാത്തവരായി നിലനിൽക്കുന്നത്. രണ്ടാമത്തെ ഘടകം കംഫർട്ട് വുമണും യുദ്ധകാല അതിക്രമങ്ങളുമാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കൊറിയയിൽ ജപ്പാൻ അഴിച്ചുവിട്ട അതിക്രമത്തിന് നഷ്ടപരിഹാരം നൽകാനോ എന്തിന് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ച് മാപ്പ് പറയാനോ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കൊറിയൻ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ കംഫർട്ട് വുമൺ പദ്ധതിയൊക്കെ തന്നെ ജപ്പാൻ നടത്തിയ ക്രൂരതയാണെന്നും അതിന് മാപ്പ് പറയാൻ മനസ്സു കാണിച്ചില്ലെന്നുമാണ് അവർ ആവർത്തിക്കുന്നത്. ജപ്പാൻ ചില ക്ഷമാപണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പല കൊറിയക്കാർക്കും, പ്രത്യേകിച്ച് ഉത്തര കൊറിയയിലുള്ളവർക്ക് ജപ്പാന്റെ ഭാഗത്തു നിന്നും ഉയർന്ന ക്ഷമാപണം ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നാണ് കുറ്റപ്പെടുത്തുന്നത്. ജാപ്പനീസ് വിരുദ്ധ വികാരം നിലനിർത്താൻ ഉത്തര കൊറിയ പതിവായി ഈ പരാതികൾ ഉയർത്തിക്കാണിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താറുമുണ്ട്. മൂന്നാമത്തത് കൊറിയൻ യുദ്ധമാണ്. കൊറിയൻ യുദ്ധ കാലഘട്ടം, അതായത് 1950 മുതൽ 53 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംഘർഷത്തിൽ ജപ്പാൻ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും US സൈനിക നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. സൈനിക ശക്തി പുനഃസ്ഥാപിക്കാനുള്ള ജപ്പാന്റെ കഴിവിനെക്കുറിച്ച് ഉത്തര കൊറിയയിലും ദക്ഷിണ കൊറിയയിലും ആശങ്കകളും ഉണ്ടായിട്ടുണ്ട്. മേഖലയിലെ ജപ്പാന്റെ സാമ്രാജ്യത്വ അഭിലാഷങ്ങളുടെ പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ ജപ്പാന്റെ സൈനിക സാന്നിധ്യത്തെയും സൈനിക പുനരുജ്ജീവനത്തെയും ഉത്തര കൊറിയ ഇപ്പോഴും വളരെയേറെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. നാലാമത്തത് നയതന്ത്ര സുരക്ഷാ പ്രശ്നങ്ങളാണ്.
ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതിയും മിസൈൽ പരീക്ഷണങ്ങളും ജപ്പാന് വലിയ ആശങ്കകൾക്ക് കാരണമാകാറുണ്ട്. കാരണം ഉത്തര കൊറിയയുടെ സൈനിക അഭിലാഷങ്ങൾ അതിന്റെ സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണിയാകുമെന്ന ഭയം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഉത്തര കൊറിയക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ജപ്പാൻ പിന്തുണച്ചിട്ടുമുണ്ട്. കൂടാതെ ഭരണകൂടത്തെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പ്രധാന പങ്കാളിയുമാണ് ഈ ജപ്പാൻ. 5. ജാപ്പനീസ് പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകലാണ്. 1970കളിലും 1980കളിലും ഉത്തര കൊറിയ തട്ടിക്കൊണ്ടുപോയ ജാപ്പനീസ് പൗരന്മാരുടെ വിഷയമാണ് സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ തട്ടിക്കൊണ്ടുപോകലുകളിൽ ചിലത് ഉത്തര കൊറിയ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷയത്തെ വളരെ ലാഘവത്തോടെയാണ് ഉത്തര കൊറിയൻ സർക്കാർ നോക്കിക്കണ്ടത്. തട്ടിക്കൊണ്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ജാപ്പനീസ് സർക്കാർ നടത്തിയ ശ്രമങ്ങളും കാര്യങ്ങളെ വീണ്ടും പ്രശ്നത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. 6. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ഉത്തര കൊറിയ പലപ്പോഴും ജപ്പാനെ സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ തന്നെ മുതലാളിത്ത അടിച്ചമർത്തലിന്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നുണ്ട്. അമേരിക്കയോടും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയോടും ചേർന്ന് നിൽക്കുന്ന ജപ്പാൻ ആകട്ടെ മുതലാളിത്തത്തിന്റെ വക്താവാണെന്ന് പറയാനുള്ള ഒരവസരം ഇന്നും കിം ജോങ് ഉൻ വിടാറില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ജപ്പാനോടുള്ള ഉത്തര കൊറിയയുടെ വെറുപ്പിനും വിദ്വേഷത്തിനും പ്രധാനമായിട്ട് കാരണക്കാരനാവുന്നത് ചരിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിന്റെയും യുദ്ധകാലത്തെ ക്രൂരതകളുടെയും പാരമ്പര്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കൂടാതെ സമകാലിക രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് തുടർന്നു വരികയാണ്. ദിനംപ്രതി ഉത്തര കൊറിയ ആയുധങ്ങൾ കൊണ്ട് സമൃദ്ധി നേടുകയും റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ വലിയ ശക്തിയായി മാറുന്ന കാലഘട്ടത്തിൽ ജപ്പാന് പോരാടാനൊരു സൈന്യത്തിന്റെ ബലം പോലും ഇല്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അമേരിക്കയും ജപ്പാനും തുടരുന്ന കരാർ പ്രകാരം ജപ്പാനെ സഹായിക്കാൻ അമേരിക്കൻ മിലിറ്ററി ബാധ്യസ്ഥനാണ്. എന്നാൽ അമേരിക്കയ്ക്ക് അപകടം സംഭവിച്ചാൽ ജപ്പാൻ എത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ട്രംപ് കരാർ അവസാനിപ്പിക്കുമെന്നും അമേരിക്കയെ പറ്റിക്കാൻ ശ്രമിക്കേണ്ട എന്നും ജപ്പാന് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അതായത് ജപ്പാനെ ആക്രമിക്കാൻ ഉത്തര കൊറിയ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ ശക്തമായ സൈന്യത്തിന്റെ അഭാവത്തിൽ കീഴടങ്ങുകയല്ലാതെ ഒരു വഴിയും ജപ്പാന്റെ മുന്നിൽ ഉണ്ടാകില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ജപ്പാനെ സംബന്ധിച്ച് പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ചൈനയും ഉത്തര കൊറിയയും തന്നെയാണ്. ഈ രണ്ടു രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വളരെ പവർഫുൾ ആയിട്ടുള്ള അതായത് മിലിറ്ററി ലെവലിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. ചൈന ആയാലും ഉത്തര കൊറിയ ആയാലും നല്ല ചെങ്ങാത്തമുള്ള രാഷ്ട്രങ്ങളുമാണ്. ഇത്ര നാളും ജപ്പാൻ കരുതിയത് അമേരിക്ക ഉണ്ടല്ലോ, അമേരിക്ക വരുമല്ലോ, അമേരിക്കയുടെ മിലിറ്ററി ഉണ്ടല്ലോ തങ്ങളെ സംരക്ഷിക്കാൻ എന്നൊക്കെ തന്നെയാണ്. എന്നാൽ ട്രംപ് വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചോദനമാകേണ്ട ഒരു കഥയുള്ള രാഷ്ട്രമാണ് ഈ ജപ്പാൻ എന്ന്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ബോംബ് ചെന്ന് പതിച്ചത് ജപ്പാന്റെ മണ്ണിലാണ്. ഹിരോഷിമയും നാഗസാക്കിയും അറിയാത്ത ഒരു ലോക പൗരൻ പോലും ഇന്നുണ്ടാകില്ല. ഇപ്പോഴും ജപ്പാന്റെ പൊള്ളുന്ന ഓർമ്മയാണ് അത്. ആണവായുധം എത്രത്തോളം പ്രഹരശേഷി ഉള്ളതാണെന്ന് ലോകം കണ്ട നാളുകളാണ് കടന്നുപോയത്. അത് അനുഭവിച്ചത് മുഴുവൻ ജപ്പാൻ ജനതയാണ്. എന്നാൽ സാമ്രാജ്യത്വം നശിപ്പിക്കാൻ ശ്രമിച്ച ആ രാജ്യത്ത് നിന്ന് അനുഭവം ഉണ്ടാക്കിയ വലിയ മുറിവിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. സാങ്കേതിക വിദ്യയിലും സാമൂഹിക തലത്തിലും സാമ്പത്തിക മേഖലയിലും എല്ലാം ജപ്പാൻ കുതിച്ചുയർന്നത് ലോകം വളരെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ആ ജപ്പാന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ജപ്പാൻ അമേരിക്കയെ പിന്നീട് വിശ്വസിച്ചു എന്ന് തന്നെയാണ്. ഇനി ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ജപ്പാന് നേരെ വരികയാണെങ്കിൽ അമേരിക്ക കൈ കഴുകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് പുതിയ ഭീഷണിയുമായി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം ജപ്പാനിൽ ഈയിടെ വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അവിടെ ജനന നിരക്ക് വളരെ കുറവാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇന്ന് ജപ്പാൻ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഉത്തര കൊറിയയോ അതുപോലെ ചൈനയുടെ ആക്രമണമോ ഒന്നുമല്ല, അത് ജനങ്ങളില്ല എന്നതാണ്. അതായത് ജനസംഖ്യയിൽ വലിയ ഇടിവാണ് ജപ്പാനിൽ സംഭവിച്ചത്. എന്താ കാര്യമെന്ന് വെച്ചാൽ യുവാക്കൾ അവിടെ ഇല്ല എന്നതും ജപ്പാൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു എന്ന കാര്യവുമാണ് വളരെയധികം സങ്കടകരമായ ജപ്പാന്റെ ഇന്നത്തെ സമകാലിക അവസ്ഥ. യുവാക്കളുടെ അഭാവം കൊണ്ട് ജപ്പാൻ വാർദ്ധക്യത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ജപ്പാനിലെ കുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നതിനനുസരിച്ച് അവിടെ യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജപ്പാനിലുള്ളത് കൂടുതൽ ആളുകളും വാർദ്ധക്യത്തിലുള്ളവരാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജ്യത്തിന്റെ എല്ലാ മേഖലയും തകരുമെന്ന കാര്യം നമുക്ക് വ്യക്തമാണല്ലോ. ഈ ധാരണ ജപ്പാൻകാർക്കും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് സ്വന്തമായിട്ട് മികച്ച ഒരു സൈന്യം സൃഷ്ടിക്കാൻ ജപ്പാന് കഴിഞ്ഞിട്ടില്ല എന്ന് ജപ്പാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ജപ്പാൻ യുവാക്കളെ അവിടേക്ക് അതായത് മിലിറ്ററിയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ജപ്പാൻ മിലിറ്ററിയിലേക്ക് ആളുകളെ വിളിച്ചാൽ പോലും ജപ്പാൻകാർക്ക് മിലിറ്ററിയിൽ ചേരാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ താല്പര്യമില്ല എന്നതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം. അവിടെയുള്ള യുവജനങ്ങളൊന്നും തന്നെ മിലിറ്ററി ജോലിയോട് താല്പര്യം കാണിക്കുന്നില്ല.
നല്ലൊരു ജീവിതം വിട്ട് എന്തിനവർ സൈനിക സേവനം തിരഞ്ഞെടുക്കണമെന്നാണ് ജപ്പാനിലെ യുവത ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും ചൈനയുടെയും അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെയും ആക്രമണം ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വലിയ ശക്തിയുടെ സഹായം ഇവിടെ ജപ്പാൻകാർക്ക് വേണം. അതിനാണ് അവരിപ്പോൾ ഇന്ത്യയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ അവരെ സഹായിക്കുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉത്തര കൊറിയ വെല്ലുവിളിച്ച ഘട്ടത്തിൽ ഇന്ത്യ എന്തായിരിക്കും തീരുമാനമെടുക്കുക എന്നതും ഇവിടെ പ്രസക്തമാണ്. ഉത്തര കൊറിയയ്ക്ക് പിന്നെ തലങ്ങും വിലങ്ങും ഒന്നും നോക്കാനില്ല. യുദ്ധമാണെങ്കിൽ യുദ്ധം, ആയുധമാണെങ്കിൽ ആയുധം, എല്ലാം സജ്ജമാണ്. ഉത്തര കൊറിയയ്ക്ക് പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ വളരെ മിടുക്കുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഭരണാധികാരി എന്നത് ഞാൻ പറയേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.